മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആൾക്കാർ ഏറ്റവും കൂടുതൽ ഹെവി ഫുഡ് മുഴുവൻ കഴിക്കുന്നത് ഡിന്നറിന് കഴിക്കും, എന്നിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നുള്ള നമ്മൾ വിശ്വാസം. ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളിൽ ചെന്നത് എങ്ങനെയെങ്കിലും പുറത്ത് കളയാൻ പറ്റുമെന്നാണ് ശരീരം കിടന്ന് ശ്രമിച്ചത്. ഇതിനിടെ ബാക്കി ഓർഗൻസിൻ്റെ റിപ്പയറിംഗ് വർക്കുകളെല്ലാം പെൻഡിങ് ആവും. ഇതൊക്കെയാണ് നാളെ ഡാമേജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പല അസുഖങ്ങളിലേക്കും വരുന്നതിൻ്റെ റീസൺ ഇതാണ്. എത്രയും പെട്ടെന്ന് രാത്രി ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓർഗൻസ് ഓരോ 1 by 1 എടുത്ത് ക്ലിയർ ചെയ്യുകയാണ് രാത്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വെളുപ്പിനെ ഈ ആസ്മ റിലേറ്റഡ്, ലങ്സ് റിലേറ്റഡ് പ്രശ്നമുള്ളവരൊക്കെ ഈ വെളുപ്പിനെ 5 മണിക്ക് കിടന്ന് കുത്തി ചുമയ്ക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ ഓർഗൻ എടുത്ത് ക്ലിയർ ചെയ്ത് വരുന്നതാണ്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ പിടിച്ച് അവിടെ കിടത്തുവാണ്. നമ്മൾ രാത്രി ചില ദിവസങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടിട്ട് നമുക്ക് എഴുന്നേറ്റ് ഓടണം തോന്നും. പേടിപ്പെടുത്തുന്ന സ്വപ്നമൊക്കെ കണ്ടിട്ട് നമുക്ക് എഴുന്നേറ്റ് ഓടണം തോന്നാറുണ്ട്. നമ്മൾ വിചാരിച്ച കൈയൊന്നും പൊക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന പലപ്പോഴും നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് ഓടണമെന്നുണ്ട്, അനങ്ങാൻ പറ്റിയില്ല. അത് നമ്മളെ ലോക്ക് ചെയ്തിടുന്നതാണ്. നമ്മളെ ലോക്ക് ചെയ്ത് ഇട്ടിട്ടാണ് ഈ ഓർഗൻ റിപ്പയറിംഗ് എല്ലാം നടത്തുന്നത്. നമ്മൾ അനങ്ങാൻ മേലാതാക്കി പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് ആക്കിയിട്ടാണ് ഈ പരിപാടിയെല്ലാം. എന്തെല്ലാം പരിപാടി ഇതിൻ്റെ ബാക്കെൻഡ് നടക്കുന്നുണ്ടെന്നറിയോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഇത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിനൊന്നും ഓപ്പറേറ്റിംഗ് മാനുവലില്ല. ഒരു മിക്സ് മേടിച്ചാൽ പോലും നമുക്ക് ഓപ്പറേറ്റിംഗ് മാനുവൽ കിട്ടും. ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, ഈ പ്രവർത്തിപ്പിക്കേണ്ടതിനെക്കുറിച്ച് ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് മനസ്സിലാക്കിയെടുക്കണം. നമ്മളായിട്ട് മനസ്സിലാക്കിയെടുത്ത് ഈ അവയവങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെളുപ്പിനെ 5 മണി സമയത്ത് ഈ ആസ്മ പേഷ്യൻറ്റ് ചുമയ്ക്കുന്നത് വെച്ചാൽ വെളുപ്പിനെ സമയത്താണ് ലെങ്സ് ക്ലിയർ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ സാധാരണ ഒരു സമയത്ത് ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണി സമയത്തൊക്കെയാണ് ഈ കുത്തി ചുമ വരുന്നവരെല്ലാം ഈ അലർജി റിലേറ്റഡ് പ്രശ്നങ്ങൾ മുഴുവൻ ഈ ചുമയ്ക്കുന്നവർ മുഴുവൻ വെളുപ്പിനെ ഇരുന്ന് ചുമയ്ക്കുന്നതാണെന്നില്ല. അതിൻ്റെ റീസൺ ഇതാണ്. ഓരോന്ന് 1 by 1 പിടിക്കുന്നതാണ് എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് ഭയങ്കര കപ്പാസിറ്റിയുള്ള, അതായത് നമ്മുടെ ലേബർ റൂമിൽ വെച്ചുണ്ടായിരുന്ന സ്മെല്ലും സൗണ്ടും വരെ പ്രോസസ്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഇവിടെ ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇതിനെയൊന്നും നമ്മൾ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടൊന്നും കിട്ടാത്തത്. പല ആൾക്കാരും പറയാറുണ്ട് അവൻ നെഗറ്റീവാണ്, ഇവൻ നെഗറ്റീവാണെന്ന്. ധാരാളം ആൾക്കാർ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അവൻ നെഗറ്റീവാണ്, ഇവൻ നെഗറ്റീവാണ്. എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റിയും നമുക്ക് നമ്മുടെ സക്സസിനെ ബ്ലോക്ക് ചെയ്യും. ഒരു നെഗറ്റീവ് എനർജി ഉള്ള സമയത്ത് പ്രാർത്ഥനകൾ പോലും പോവില്ല. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു, അതായത് ദേഷ്യം, പക, വൈരാഗ്യം, ഡൗട്ട്, ഇങ്ങനത്തെ ഇതെല്ലാം നെഗറ്റീവ് എനർജികളാണ്. ഇത് മുഴുവൻ ഇതിന് അതിശക്തമാണ്. ഇതിൻ്റെ വികാരം എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. ഈ ഒരു സമയത്ത് ഒരു മെസ്സേജുകളും പോവില്ല. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് നടന്നും മറ്റും ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് പോകുന്നത്. അവിടെ ചെന്നാൽ അതിന് മുമ്പ് പ്രാർത്ഥനിക്കേണ്ട സ്ഥലത്ത് എത്തുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് തള്ളു വന്നു, അടുത്ത് നിൽക്കുന്നവൻ ആരെങ്കിലും ഒരു ഉന്ത് വന്ന തള്ള് തിരക്ക് വരുമ്പോഴാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്നവനെ ചീത്ത വിളിക്കുന്നു, എൻ്റെ കാല ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് അടുത്ത് നിൽക്കുന്നവനെ ചീത്ത വിളിക്കുന്നു. ഈ ഒരു സമയത്ത് ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന കെമിക്കൽ പ്രൊഡക്ഷൻ മുഴുവൻ നെഗറ്റീവ് കെമിക്കലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവൻ. ഈ സമയത്ത് മുഴുവൻ പ്രകൃതിയുടെ എല്ലാ കഴിവുകളും എല്ലാ സാധനങ്ങളും കട്ട് ഓഫ് ചെയ്യും. ഒരു അപ്സെറ്റ് ആയതിനെ എല്ലാം കട്ട് ഓഫ്. ഏറ്റവും നല്ല ഉദാഹരണമാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് താമസിച്ചെന്നും പറഞ്ഞ് ഭാര്യയൊക്കെ ബഹളവും വെച്ച് വഴക്കും പറഞ്ഞൊക്കെ ചില ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വണ്ടിയുടെ താക്കോല് കാണുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് കാണുകയില്ല. ഉടനെ വീണ്ടും ചീത്ത പറയും. ഇവിടെ ഈ വീട്ടിലൊരു സാധനം വെച്ചാൽ ഇവിടെ കാണുകയില്ല. നമ്മളൊക്കെ മിക്കവാറും ചെയ്യാറില്ല. ഈ വീട്ടിലൊരു സാധനം വെച്ചാൽ കാണുകയില്ല. നമ്മൾ ഭാര്യയെ ചീത്ത വിളിക്കുന്നു, പിള്ളേരെ ചീത്ത വിളിക്കുന്നു. അപ്പം ഭാര്യ ഇങ്ങോട്ട് വരുന്നു, നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ മുമ്പിൽ ടേബിളിൽ നിന്ന് ഈ സാധനം എടുത്തിട്ട് ഇതെന്നതാ പിന്നെ ഇവിടെ ഇരിക്കുന്നത്, എന്നെ ചീത്ത വിളിക്കാൻ തന്നെയാണോ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളുടെ നെഗറ്റീവ് കെമിക്കൽ നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്തതോടെ നമ്മളുടെ നേച്ചറിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും പുള്ളി വിഡ്രോ ചെയ്തു. ടപ്പാന്ന് കട്ട് ഓഫ് ചെയ്തു, കറണ്ട് അങ്ങ് വിഡ്രോ ചെയ്തു, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സാധനങ്ങൾ, നല്ല സാധനങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണാൻ പറ്റാതെ വരും. ബ്ലോക്ക് ചെയ്യും മുഴുവൻ. അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഓപ്പർച്യൂണിറ്റികൾ മുഴുവൻ നമ്മുടെ മുമ്പിലിരുന്നാൽ പോലും കാണില്ല.